എൻ്റെ മരുൺ, കോട്ടയം മെഡിക്കൽ കോളേജ് എന്നതിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഒരുപാട് തിളക്കമുള്ള ഒരു ചരിത്രമാണ്. പ്രത്യേകിച്ച് ഓപ്പൺ ഹാർട്ട് സർജറി ആണെങ്കിലും ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവാണെങ്കിലും അങ്ങനെ ഒരുപാട് റെക്കോർഡിട്ട ഡോക്ടറാണ് ടി കെ ജയകുമാർ. അദ്ദേഹത്തിൻ്റെ ആ മികവിലൊന്നും ആർക്കും സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അത്ര ഒരു ക്രൈസിസ് സിറ്റുവേഷൻ അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് വരുന്നു. ആ സാഹചര്യത്തിൽ ഒരു ഡിസാസ്റ്റർ ക്രൈസിസ് മാനേജ്മെൻറ്റിലേക്ക് അദ്ദേഹം വലിച്ചിഴക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം തന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിൽക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് വീഴ്ച വന്നു എന്നുള്ളതായിരുന്നു പ്രതിപക്ഷം ഉയർത്തിയത്. എന്നാൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് അവർ ആ സമയത്ത് തന്നെ മരണപ്പെട്ടിരുന്നു എന്നാണ്. അതെന്തുമാവട്ടെ, പക്ഷേ അവിടെ 1.5 മണിക്കൂർ ഒരു ഡിലേ സംഭവിച്ചിട്ടുണ്ട്. അതിന് വിശദീകരണം പറയുന്നത് CPM ആണ്. പക്ഷേ 12 വർഷമായ ആ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ല. അതിൽ ഒരു തരത്തിലുള്ള NOCയും ഇല്ല. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ NOC ഇല്ല, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ NOC ഇല്ല. അവിടെയാണ് പ്രധാനപ്പെട്ട സർജറികളെല്ലാം നടന്നിരുന്നത്. 360 ബെഡുകൾ അവിടെ ഉണ്ടായിരുന്നു. ICUവിൽ തന്നെ 42 ബെഡുകൾ ഉണ്ടായിരുന്നു. ഇത് പുരികത്ത് കൊണ്ടുപോയി എന്നാണ് കരുതുന്നത്. ആ വാർഡുകളോ ഓപ്പറേഷൻ തിയേറ്ററോ വീണിരുന്നെങ്കിൽ കഥ മറ്റൊന്നാകുമായിരുന്നു അരുൺ. അതായത് ഇങ്ങനൊരു മെഡിക്കൽ കോളേജിൽ 12 വർഷം അൺഫിറ്റായൊരു കെട്ടിടത്തിൽ ചികിത്സ നടത്തിയതല്ലേ ഈ കേസിലെ ഏറ്റവും വലിയ ക്രൈം? ഡോക്ടർ അരുൺ, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ അനാസ്ഥ. എനിക്ക് തോന്നുന്നത് ഒരു വലിയൊരു ഈ ബ്യൂറോക്രാറ്റിക് ഡിലേ ആണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല രീതിയിലും 2-3 റിപ്പോർട്ടുകൾ പ്രകാരം ഇത് യൂസ് ചെയ്യാൻ പറ്റാത്തതാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഡോക്ടർമാരെന്താ ചെയ്യുന്നത്? ഡോക്ടർമാരിപ്പോൾ സൂപ്രണ്ടായാലും എന്താ വെച്ചാൽ അവർക്ക് ഒരു ദിവസം പോലും ഓപ്പറേഷൻ മുടക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്റർ മാറ്റാൻ പറ്റില്ല എന്നതാണ്. ഓപ്പറേഷൻ തിയേറ്റർ മാറ്റാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഒരു പുതിയ കെട്ടിടത്തിൽ പുതിയ ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങേണ്ടതായിരുന്നു. ഇപ്പോഴും ഓപ്പറേഷൻ തിയേറ്റർ സെറ്റ് ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ കെട്ടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഓപ്പറേഷൻ തിയേറ്റർ തന്നെയാണ്. അത് ഏറ്റവും മുകളിൽ കെട്ടുന്നതുകൊണ്ട് അതായിരിക്കും ഏറ്റവും ലാസ്റ്റ് കെട്ടിയത്. അതുകൊണ്ടാണ് ഇത് ഇത്ര ഡിലേ വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനുള്ള ഒരു പ്രാധാന്യം എനിക്ക് തോന്നുന്നത് ഡോക്ടർമാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, സൂപ്രണ്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് ഒരു അധികാരികളിൽ നിന്ന്, അത് ബ്യൂറോക്രസിയാണോ അതോ രാഷ്ട്രീയ നേതൃത്വമാണോ, അത്ര ഒരു പ്രാധാന്യം കൊടുത്തില്ല എന്ന് വേണം ഇത് മനസ്സിലാക്കാൻ. 2013 ആദ്യത്തെ റിപ്പോർട്ട് വരുന്നു, പിന്നെ 16-ലോ 17-ലോ ഒക്കെ തന്നെ പിന്നെയും 2 റിപ്പോർട്ട് വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം അവർ അതേ കെട്ടിടം വെച്ച് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി, ഓക്കെ ശരി കുഴപ്പമില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു 10 കൊല്ലം മുമ്പ് തന്നെ അല്ലെങ്കിൽ ഒരു 9 കൊല്ലം മുമ്പ് തന്നെ ഇത് മാനേജ് ചെയ്യാൻ പറ്റില്ല, പൊളിച്ചു കളയണമെന്നുള്ള ഒരു റിപ്പോർട്ട് തന്നെ ഗവൺമെൻറ് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർജറി ബ്ലോക്ക് ഇങ്ങനെ കിടക്കുന്നു എന്ന് പറയുമ്പോൾ അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഭരണത്തിൻ്റെ കാര്യമായ അനാസ്ഥ തന്നെയാണ്. ഇനി ഇത് സംഭവിച്ചു. ഇനി എനിക്ക് തോന്നുന്നത് കേരളത്തിലെ പല പ്രധാന ആശുപത്രികൾ ഇതുപോലെ കെട്ടിടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഓഡിറ്റിംഗ് ആണ്, സേഫ്റ്റി ഓഡിറ്റിംഗ് നടത്തേണ്ടതാണ്. എനിക്ക് തോന്നുന്നു കണ്ണൂർ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പഴയ ബിൽഡിങ്ങിനൊക്കെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. സേഫ്റ്റി ഓഡിറ്റ് നടത്തേണ്ടതാണ് എല്ലാ ഭാഗത്തും. അപ്പോൾ നമ്മളിതെല്ലാം ശരിയാണ്, പ്രതിച്ഛായ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓക്കെ എന്ന് പറയുന്നതിന് പകരം വിമർശനങ്ങളെ സഹിഷ്ണുതയായിട്ട് കണ്ടിട്ട് അതിലെന്തൊക്കെ പിശക് പറ്റി, ആർക്കൊക്കെ പിശക് പറ്റി എന്ന് പറഞ്ഞ് ആ പിശക് പറ്റിയവരെ സത്യം പറഞ്ഞാൽ അവർക്ക് ആവശ്യമായ പനിഷ്മെൻറ്റ്, ശിക്ഷ കൊടുക്കുകയും വേണം. ഇനിയൊരു പിശക് പറ്റില്ല എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ കേരളത്തിലെ എല്ലാ ആശുപത്രികളിലെയും ഇതുപോലെയുള്ള കെട്ടിടങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് പൊളിച്ച് മാറ്റുകയോ അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് ഒരു അനിവാര്യതയാണ്. അതല്ലാതെ ഒരു ഇൻഡിവിജ്വൽ ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സൂപ്പറിൻ്റെയോ പ്രശ്നമായിട്ട് ഇതിനെ കാണാൻ സാധിക്കില്ല. പിന്നെ അന്ന് ഉണ്ടായത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എഗെയിൻ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഫസ്റ്റ് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല എന്നുള്ള ഫസ്റ്റ് റിയാക്ഷൻ അതാണ്, ഒരു കുഴപ്പമില്ല എന്നുള്ള റിയാക്ഷൻ. പക്ഷേ അതിന് പകരം ഒരു കുഴപ്പമില്ല എന്നുള്ള കൃത്യമായിട്ടൊന്ന് പഠിച്ചതിന് ശേഷം കുഴപ്പമുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് മാത്രം മാധ്യമങ്ങളുടെ മുന്നിൽ എന്നിട്ട് പലപ്പോഴും അതെ ഞാൻ മുമ്പ് നമ്മൾ കോവിഡ് കാലത്ത് തന്നെ മരണങ്ങൾ കുറച്ച് കേരളത്തിൽ മുഴുവൻ പറയുന്നില്ല എന്ന് പറയുമ്പോൾ ഇല്ല ഒരു കുഴപ്പമില്ല എല്ലാം കൃത്യമാണെന്ന് പറഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് മരണങ്ങൾ കൂട്ടി കാണിക്കേണ്ടി വന്നു. അപ്പോൾ അവസാനം അങ്ങനെയാണ് വരുന്നത്. ഇതെല്ലാം തന്നെ ഫൈനലി പ്രതിച്ഛായയ്ക്ക് മോശം തന്നെയാണ് ആവുന്നത്. അപ്പോൾ പ്രതിച്ഛായ നന്നാവണമെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ, അപ്പോൾ നേരത്തെ മറ്റേ ഡോക്ടർ ഹരീഷിൻ്റെ കാര്യമാണെങ്കിലും ശരി, ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സഹിഷ്ണുതയോടുകൂടി വിമർശനങ്ങളെ മനസ്സിലാക്കി ആ വിമർശനങ്ങൾ ശരിയാണെങ്കിൽ അതിന്
വേണ്ട നടപടികൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് അങ്ങനെ ചെയ്താൽ മാത്രമേ ഒരു സർക്കാരിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുകയുള്ളൂ. അല്ലാതെ നമ്പർ 1 ആണെന്ന് എല്ലാ സമയത്തും പറയേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ അത് രോഗികൾക്കും നാട്ടുകാർക്കും ഉള്ള അനുഭവം വെച്ച് അവർക്ക് അറിയും. അത് ഇതേ രീതി അതാണ് ഡോക്ടർ എൻ്റെ മറുപടി. ഞാൻ വരാം. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ. Debate with Dr. Arun Kumar.